സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്ന് കാണാം ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കറണ്ട് അഫയേഴ്സ്. അപ്പൊ നമ്മള് ഇതുവരെ 10 ക്ലാസ്സുകൾ എടുത്തു. 150 PDF 150 ക്ലാസ്സും ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ വരാൻ പോകുന്ന 10th +2 ഡിഗ്രി ലെവൽ എല്ലാ പ്രിലിംസ് മെയിൻസിനൊക്കെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്ക് ഈ ഒരു ചാനൽ കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും അത് പറയുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാണ്. ആദ്യത്തെ പോയിന്റ് മാധവ് ഗാഡ്കിൽ സാറിനെ കുറിച്ച് പഠിക്കലാണ്. നോക്കൂ, ഈ അടുത്ത് 2026 കൃത്യമായിട്ട് പറയണം, ഡേറ്റ് പഠിക്കണം. ജനുവരി 7-ാം തീയതി 2026 ജനുവരി മാസം 7-ാം തീയതി 2026 ജനുവരി മാസം 7-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു മാധവ് ഗാഡ്കിൽ. നിങ്ങൾ ഗാഡ്കിൽ റിപ്പോർട്ട് കേട്ടിട്ടുണ്ടാവും. PSC പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. അപ്പൊ നോക്കൂ, ഇദ്ദേഹം ജനിച്ച വർഷം 1942 ഇദ്ദേഹം പൂനെ അഥവാ മഹാരാഷ്ട്രക്കാരനാണ്. ഈ ഗാഡ്കിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാവുന്നത്? ആ പേര്. അദ്ദേഹമായിരുന്നു പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ച ഒരു കമ്മിറ്റിയുടെ തലവൻ. അദ്ദേഹത്തിന്റെ പല വാക്കുകളും ഈ അടുത്ത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തൊക്കെ നമ്മൾ ആലോചിച്ചിരുന്നു അല്ലെ. പശ്ചിമഘട്ടത്തിന്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധവ് ഗാഡ്കിൽ നോക്കൂ, 2010 അന്ന് UPA സർക്കാരാണ്. രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ജയറാം രമേശ്, ആ ജയറാം രമേശിന്റെ ഒക്കെ മന്ത്രിസഭ എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ഒരു 14-അംഗ കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റിയുടെ തലവനായിരുന്നു ശ്രീ ഗാഡ്കിൽ, മാധവ് ഗാഡ്കിൽ. അപ്പൊ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. 2010 ഗാഡ്കിലിന്റെ അധ്യക്ഷതയിൽ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ പാനൽ എന്നറിയപ്പെടുന്ന ഗാഡ്കിൽ കമ്മീഷൻ എന്ന വിദഗ്ധ സമിതി രൂപീകരിച്ചത്. എന്നായിരുന്നു ഗാഡ്കിൽ ഇങ്ങനെ പഠിച്ചിട്ട് അവരുടെ കമ്മിറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്? കൃത്യമായിട്ട് PYQ പഠിച്ചു വെക്കുക. 2011 ഓഗസ്റ്റ് 31 ഓക്കെ ആണോ മക്കളെ? ഇപ്പൊ ഗാഡ്കിൽ ഇന്ത്യ സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ഓർത്ത് വെച്ചേക്കണം. ഗാഡ്കിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് അവാർഡുകൾ, ഇപ്പോ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, അതുപോലെ പത്മ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി പഠിച്ചു പോകട്ടോ. എക്സ്ട്രാ റെഫറൻസ് എന്ന രൂപത്തിൽ ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്നവര് നോക്കൂ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു PSC പരീക്ഷയ്ക്ക് ചോദിക്കും, LGS ലെവൽ ചോദിക്കും. എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നാച്ചർ എന്ന കൃതി ഇത് ഇംഗ്ലീഷിലാണ്. എ വാക്ക് അപ്പ് ദ ഹിൽ പഠിച്ചു വെക്കട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് എ വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നാച്ചർ. ഇത് നമ്മുടെ മാതൃഭൂമി എന്ത് ചെയ്തു? മലയാളത്തിലേക്ക് മാറ്റിയിരുന്നു. അത് പരിഭാഷപ്പെടുത്തിയത് വിനോദ് പയ്യട എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് ഇങ്ങനെയായിരുന്നു ആ പുസ്തകം, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. ഇത് PSC ചോദിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാധവ് ഗാഡ്കിലിന്റെ ഓട്ടോബയോഗ്രഫി അഥവാ ആത്മകഥ മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നായിരുന്നു. വാക്ക് അപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നാച്ചർ പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റ് 4 കൃതികൾ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഫിഷേർഡ് ലാൻഡ് an ecological history of India. This fishered land an ecological history of India. രാമചന്ദ്ര ഗുഹയുമായി ചേർന്ന് ഇദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിയൻ എഴുത്തുകാരനാണ് രാമചന്ദ്ര ഗുഹ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ മീൻ പിടിക്കാൻ പോയി നല്ല ചേട്ടോ, ആ ലാൻഡ് കുത്തിന് ദിസ് ഫിഷിന് പോയി ആ ലാൻഡ് ഇരുന്നിട്ട് ഗുഹേന്റെ കൂടെ ആലോചിക്കാം. എക്കോളജി ആൻഡ് ഇക്വിറ്റി ഇദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ്. ഇക്കോളജിക്കൽ ജേർണീസ് എന്റെ പിറകിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണില്ല. ഇതിന്റെ ഫ്രീ ആയിട്ട് PDF കിട്ടാൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും കേട്ടോ. സ്ട്രൈക്കർ PSC സെർച്ച് ചെയ്താൽ മതി. എക്കോളജി ആൻഡ് ഇക്വിറ്റി, ഇക്കോളജിക്കൽ ജേർണീസ്, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ദിസ് ഫിഷേർഡ് ലാൻഡ് ആൻ ഇക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ദ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് നാച്ചർ, വളരെ ഇമ്പോർട്ടന്റ് ആയ ബുക്കാണ് ദ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് നാച്ചർ കേട്ടോ. അപ്പൊ മാധവ് ഗാഡ്കിലിന്റെ പുസ്തകങ്ങളാണ് ദ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് നാച്ചർ, ഇക്കോളജിക്കൽ ജേർണി, ഇക്കോളജി ആൻഡ് ഇക്വിറ്റി, ദിസ് ഫിഷേർഡ് ലാൻഡ് ആൻഡ് ഇക്കോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്, അല്ലെങ്കിൽ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. പാലക്കാട് ലക്കിടിക്കടുത്താണ് ആ സ്ഥലം കേട്ടോ. പാലക്കാട് ലക്കിടി. ലക്കുണ്ടോ എന്നറിയില്ല. കുറച്ച് വനിതാ സംരംഭകർ ചേർന്നിട്ട്, ഇതൊരു പ്രൈവറ്റ് ആണ്, കുറച്ച് സ്ത്രീകളുടെ ഒരു വലിയ സംരംഭം അവിടെ തുടങ്ങി. മന്ത്രി P. രാജീവായിരുന്നു ഉദ്ഘാടനം ചെയ്ത വ്യവസായ മന്ത്രി. അപ്പൊ ഓർത്തു വെച്ചേക്കുക, കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്ക് എവിടെ വന്നു? പാലക്കാട് പക്കത്തില്. അത് ലക്കുണ്ടോ എന്നറിയില്ല. ലക്കുണ്ടോ, സക്സസ് ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ലക്കിടിയാണ്. ലക്കിടി എവിടെയാണ്? പാലക്കാട് ലക്കിടിയാണേ.
സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇത് കഴിഞ്ഞ വർഷം PSC ചോദിച്ച നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് ആണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ്? നോക്കൂ, കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര IHRDയിലാണ് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നത്. കൊട്ടാരക്കര കൊല്ലത്താണ്. അവിടെയാണ് കൊട്ടാരക്കരയ്ക്ക് അടുത്തൊരു സ്പോട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ട് നിങ്ങൾ പഠിക്കണം. മീൻപിടിപ്പാറ ടൂറിസം. നമ്മൾ നേരത്തെ തമാശക്ക് പറഞ്ഞു അല്ലെ, ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോയി എന്ന്, ആര്, മാധവ് ഗാഡ്കിന്റെ ബുക്ക്. അപ്പൊ അതുപോലെ ആയിരിക്കും മീൻപിടിപ്പാറ. ഇവിടെ ഒരു മീനിന്റെ ഫോട്ടോ ഒക്കെ കാണാം നിങ്ങൾക്ക്. നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യട്ടോ. സ്ഥലത്തിന് അങ്ങനെ തന്നെയാണ് പറയുക. ഞാൻ പത്ര കട്ടിങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ്. മീൻപിടിപ്പാറ. മീൻപിടിപ്പാറ എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയാണെന്ന് കാണുന്നു. കൊല്ലം ജില്ലയിലാണ്. ഈ അടുത്ത് വളരെ എന്താ പറയുക, ആളുകൾ ശ്രദ്ധിച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻപിടിപ്പാറ. അത് ഏത് ജില്ലയിലാണ് ചോദിച്ചു കഴിഞ്ഞാല് മീൻപിടിപ്പാറ ടൂറിസം കൊല്ലം ജില്ലയിലാണ്, കൊട്ടാരക്കര. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കര. കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്വകാര്യ വ്യവസായ പാർക്ക് ലക്കിടി പാലക്കാട്. അങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് മുമ്പ് ഉണ്ടായിരുന്ന ഒരു PYQ നോക്കൂ, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രതിരോധ വ്യവസായ പാർക്ക് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രതിരോധ വ്യവസായ പാർക്ക് വരുന്നത് ഒറ്റപ്പാലമാണ്. അപ്പൊ 2 പാലക്കാട് കിട്ടുകയാണ്. ആദ്യ വനിതാ സ്വകാര്യ വ്യവസായ പാർക്ക് ലക്കിടി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രതിരോധ വ്യവസായ പാർക്ക് ഒറ്റപ്പാലം. 2026 പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയതാരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മത്സരമായിരുന്നു പ്രസിഡന്റ്സ് ട്രോഫി. മക്കളെ, നിങ്ങൾക്കറിയാം നമ്മുടെ പുന്നമടക്കായലിലാണ് എന്ത് നടക്കാറ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെഹ്റു ട്രോഫി നടക്കാറ് പുന്നമടക്കായൽ അല്ലെ. നെഹ്റു ട്രോഫി ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിൽ അതുപോലെ ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രസിഡന്റ്സ് ട്രോഫി. നോക്കൂ, 2011 ആദ്യമായിട്ട് പ്രസിഡന്റ്സ് ട്രോഫി ആരംഭിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വെച്ചത് എപ്പോഴായിരുന്നു? ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു 2011 പറഞ്ഞു. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, പ്രസിഡന്റ്സ് ട്രോഫി ആദ്യമായി നടന്നത് 2011 ശ്രീ ഗണേശ് ചുണ്ടനായിരുന്നു ആദ്യത്തെ വിജയി. ശ്രീ ഗണേശ് ചുണ്ടൻ, ഗണേശനെ വെച്ചുകൊണ്ട് തുടങ്ങി പ്രസിഡന്റ് ആലോചിക്കാം കേട്ടോ. നമ്മളൊരു വൈക്ക് പോകുമ്പോൾ ഗണേശനെ ആലോചിക്കാറില്ലേ? അപ്പൊ ദൈവം, അപ്പൊ അങ്ങനെ ആലോചിക്കുക, ശ്രീ ഗണേശ് ചുണ്ടൻ പ്രസിഡന്റ്സ് ട്രോഫി ആദ്യം. അങ്ങനെയാണെങ്കിൽ അഷ്ടമുടിക്കായൽ, കൊല്ലത്തെ അഷ്ടമുടിക്കായൽ, നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏത് നമ്മൾ പഠിക്കാറില്ലേ? അഷ്ടമുടിക്കായൽ. ആ അഷ്ടമുടിക്കായലിലാണ് എന്ത് നടക്കുക? പ്രസിഡന്റ്സ് ട്രോഫി 2026 കിട്ടിയത് നിരണം ചുണ്ടൻ. നിരണം ചുണ്ടൻ 2026 പ്രസിഡന്റ്സ് ട്രോഫി കിട്ടിയത് നിരണം ചുണ്ടൻ. നിരണം ചുണ്ടൻ 2011 ആദ്യമായിട്ട് ആരംഭിച്ചു, 2026 ലേറ്റസ്റ്റ് കിട്ടിയത് നിരണം ചുണ്ടൻ. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ 100 തവണ പല ക്ലാസ്സുകളായി പറഞ്ഞിട്ടുണ്ട്. നെഹ്റു ട്രോഫി, നെഹ്റു ട്രോഫി, നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് ഏതു വർഷമാണ്? ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് ഏതു വർഷമാണ്? ഏഷ്യൻ ഗെയിംസും നെഹ്റു ട്രോഫി. ഏഷ്യ കുറച്ചുകൂടി വലുത് മൊത്തമുള്ളല്ലേ. അപ്പൊ ആദ്യം ഏതാണ്? ഏഷ്യൻ ഗെയിംസ് ആണോ നെഹ്റു ട്രോഫി ആണോ? എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് നോക്കിയാൽ മതി. എന്റെ ടെലഗ്രാമിൽ പിള്ളേർ ഇങ്ങനെ കമന്റ് ചെയ്യൂല്ലേടാ, ചെയ്യണേ നിങ്ങൾ. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കൂ, ഒരു മനോഹരമായ ഒരു തവളക്കുട്ടൻ, കുട്ടനാണോ കുട്ടിയാണോ എന്നറിയില്ല. നോക്കൂ, ഇത് കാണിച്ചപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ പറയുമ്പോൾ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അടിപൊളി എന്നാണ് അവർ പറഞ്ഞത്. അത് കാണുന്നവർ ഓർക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ഇത് കാണുമ്പോൾ എന്റെ സ്ക്രീനിൽ കണ്ടോ? നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല. ഒരു തവളക്കുട്ടനെ, അത് കാണുമ്പോൾ എന്ത് ഭംഗിയാ നോക്കിയേ. നമ്മളൊരു ദൂരദർശിനിയൊക്കെ വെച്ചിട്ട് ബഹിരാകാശമൊക്കെ ദർശിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീലാണ്, എന്ത് മനോഹരമാണ്. അതെടുത്ത ക്യാമറാമാരില്ലേ. ഇവിടെ ഒരു പ്രശ്നം കിടക്കുകയാണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അനിയന്ത്രിതമായ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്ന, അതായത് ഇങ്ങനെ ഫോട്ടോ എടുത്ത് നമ്മൾ കാണുമ്പോൾ ഇതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണല്ലേ. ആ ഒരു അപൂർവ ഇനം തവളയാണ് ഗാലക്സി ഫ്രോഗ്. ഏതാണ്? ഗാലക്സി ഫ്രോഗ്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. ആ ഗാലക്സി ഫ്രോഗ്. ഇതിനെ നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? അതൊന്ന് കമന്റ് ചെയ്തേ. അടിപൊളിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം കൂടി പറ. നിങ്ങൾ വേറെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ഉത്തരം കമന്റ് ചെയ്തില്ലെങ്കിൽ ഗാലക്സി ഫ്രോഗിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് 2026 ജനുവരി മാസത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു വലിയ ഇവന്റ് ആയിരുന്നു കേരള കുംഭമേള എന്നൊക്കെ വിളിച്ചിരുന്ന ഭാരതപ്പുഴയുടെ തീരത്ത്. ഇപ്പൊ 2 കരയിൽ നിന്നും ആളുകൾക്ക് വരാമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആരതിയിലെ ഇന്നൊരു ചടങ്ങൊക്കെ ഞാനിങ്ങനെ TV-യിലൊക്കെ കണ്ടിരുന്നു. രസമായിട്ട് നമ്മുടെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടില്ലേ. നോക്കൂ, കുംഭമേള പോലെ നോക്കൂ, കേരളത്തിൽ ഇതുപോലെ ഇതിനു മുമ്പ് ഒരു പരിപാടിയൊന്നും നടന്നിട്ടില്ല. അപ്പൊ കുംഭമേള പോലെ കേരളത്തിൽ നടന്ന ഒരു കേരള കുംഭമേള എന്ന് വിളിക്കുന്ന ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് തിരുനാവായ. നമുക്ക് തിരുനാവായ മണപ്പുറത്ത് വെച്ചിട്ടായിരുന്നു നടന്നത്. ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു, മലപ്പുറത്തായിരുന്നു. മഹാമാഘ മഹോത്സവം എന്നായിരുന്നു അതിന് പേരിട്ട സംഘാടകര്.
2026 ജനുവരിയിൽ മഹാമാഘ മഹോത്സവം, അതിന്റെ പേരൊന്നിനോട് ചോദിച്ചാൽ മതി. മഹാമാഘ മഹോത്സവം നടന്നത് തിരുനാവായ മലപ്പുറം. പൈതൃക ടൂറിസം പദ്ധതിയുടെ നോക്കണേ, പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയമായി മാറാൻ പോകുന്ന കൊല്ലത്തെ ചരിത്ര സ്മാരകമാണ് ചീനക്കൊട്ടാരം. അപ്പൊ റെയിൽവേയുടെ അവിടെ ഒരു നവീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കേന്ദ്രമന്ത്രി അവരുടെ സന്ദർശിച്ച ഫോട്ടോയൊക്കെ ഉണ്ട്, സുരേഷ് ഗോപി. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മ്യൂസിയം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നവീകരണത്തിന്റെ ഭാഗമാകാൻ പോകുന്ന കൊല്ലത്തെ ഒരു ചരിത്ര സ്മാരകമാണ് ചീനക്കൊട്ടാരം എന്ന് ആലോചിക്കുക. ഇപ്പൊ രണ്ട് ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു. ഒന്ന്, മഹാമാഘ മഹോത്സവം തിരുനാവായിൽ നടക്കുന്നു, ഒരു ചരിത്രമാണ് അല്ലെ, വീണ്ടും ചരിത്രത്തെ വീണ്ടെടുക്കലാണ്. അടിപൊളിയായി പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ തിരുനാവായിൽ മഹാമാഘ മഹോത്സവം നടന്നു. അതുപോലെ തന്നെ കൊല്ലത്തെ ചീനക്കൊട്ടാരം പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമാവാൻ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ, എല്ലാവരും പഠിച്ചിരിക്കണം. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാൽ. 55ാമത് ഓടക്കുഴലാണ് EP രാജഗോപാൽ. EP ജയരാജ് എന്നൊരു മന്ത്രി മുമ്പ് ഉണ്ടായിരുന്നു, തെറ്റിപ്പോരുതേ. EP രാജഗോപാൽ ഉൾക്കഥ. അയാൾക്ക് എന്തൊക്കെയോ പറയാറുണ്ട്. EP രാജഗോപാലിന്റെ ഉള്ളിലെ കഥ അറിയില്ല, അത് നോക്കണമെങ്കിൽ ഓടക്കുഴൽ വെച്ച് നോക്കണം. EP രാജഗോപാൽ, രാജാവിനെ ഗോപൻ ഉൾക്കഥയോ എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവരിക. ഓടക്കുഴൽ എന്ന് കേൾക്കുമ്പോൾ ഉൾക്കഥ എന്നൊരു കൃതി അത് രചിച്ച EP രാജഗോപാൽ ഉൾക്കഥ ഓടക്കുഴൽ പുരസ്കാരം. പഠിച്ചോടാ പിള്ളേരെ. 2025 55ാമത് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് EP രാജഗോപാൽ, കൃതി ഉൾക്കഥ. കഴിഞ്ഞ വർഷമോ അത് K അരവിന്ദാക്ഷനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗോപ എന്ന കൃതിക്ക് കഴിഞ്ഞ പ്രാവശ്യം 54ാമത് ഓടക്കുഴൽ കിട്ടിയത് K അരവിന്ദാക്ഷനാണ്. കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ സ്വാന്തനമിത്ര പദ്ധതിക്ക് കേരളത്തിൽ ആദ്യമായി തുടക്കം കുറിച്ചത്. ഇവിടെ കുടുംബശ്രീയെ കുറിച്ച് ഒരുപാട് പദ്ധതികൾ, ഒരുപാട് പേരുകളൊക്കെ ഉണ്ട്. സാന്ത്വനം പദ്ധതി ഉണ്ട്, നിങ്ങൾക്കറിയാം. സാന്ത്വനം പദ്ധതി എന്തായിരുന്നു? ഈ പറയുന്ന വീടുകളിൽ എത്തിയിട്ട് ഈ പറയുന്ന പ്രമേഹ രോഗികൾ, അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെയുള്ള കുടുംബശ്രീയുടെ തന്നെ ഒരു പരിപാടിയായിരുന്നു സാന്ത്വനം. എന്നാൽ കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുന്ന കുടുംബശ്രീ മിഷന്റെ സാന്ത്വനമിത്ര പദ്ധതിക്ക് കേരളത്തിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ച് പത്തനംതിട്ട ജില്ലയിലാണെന്ന് പറയുന്നുണ്ട്. പത്രങ്ങളിലുള്ള ന്യൂസാണ്, ഞാൻ ന്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് PDF വായിച്ചു നോക്കട്ടോ. പത്തനംതിട്ട ജില്ല. കേരള കലാമണ്ഡലത്തിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യ മലയാളി മുസ്ലിം വനിത. ശ്രദ്ധിക്കണേ, ഹുസ്ന ഫാനു സുനജൻ. ഒരു വെറൈറ്റി പേര് തന്നെയാണ് ഇവർ കേട്ടോ. ഇവർ ചെയ്തൊരു പ്രവൃത്തിയും അത്തരത്തിൽ വെറൈറ്റിയാണ്. പൊതുവെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഇത്തരത്തിലുള്ള കലാമേഖലയിൽ കടന്നു വരിക, പ്രത്യേകിച്ച് ഡാൻസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയുള്ള ആളുകൾക്കിടയിൽ നിന്നും വരിക എന്നതിന് വലിയ കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ വന്നു, ഇവർ ഫൈറ്റ് ചെയ്തു. ആ പേര് തന്നെ വെറൈറ്റി ആണ് അല്ലെ, ഹുസ്ന ഫാനു സുനജൻ. ഒന്ന് പഠിച്ചു വെച്ചേ. ഹുസ്ന മാഡത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഹുസ്ന ഫാനു സുനജൻ. ഒരു പ്രാവശ്യം കേട്ടാൽ ഓർമ്മ ഉണ്ടാവുന്ന വിചാരം കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കണം. കേരള കലാമണ്ഡലത്തിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യ മലയാളി മുസ്ലിം വനിത. കേരള കലാമണ്ഡലത്തിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യ മലയാളി മുസ്ലിം വനിതയാണ് ഹുസ്ന ഫാനു സുനജൻ. എടാ K സച്ചിദാനന്ദൻ, പ്രിയപ്പെട്ട എഴുത്തുകാരൻ മലയാളത്തിന്റെ K സച്ചിദാനന്ദൻ മാഷിന്റെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയാണ് അവിരാമം. പുള്ളിക്കാരൻ പല എന്താ പറയാ പ്രധാനപ്പെട്ട പോസ്റ്റ് നിന്നൊക്കെ വിരമിച്ചു ആലോചിക്കുക. ഇല്ലേ, വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിരാമം, ജീവിതത്തിൽ നിന്നും അവിരാമം. അദ്ദേഹത്തിന്റെ ആത്മകഥ K സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം. പഠിച്ചില്ലേ? പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. കണ്ടോ, നമ്മുടെ വീണ ജോർജും നമ്മുടെ കുട്ടികൾ അപ്പൂപ്പ എന്നൊക്കെ വിളിക്കുന്ന മന്ത്രി ശിവൻകുട്ടി സാറും ഒക്കെ അതിന്റെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ കാണാം. പഠിച്ചു വെക്കണം, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് അക്ഷരം ആരോഗ്യം. സെറ്റാണേ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മൾ ഓടക്കുഴൽ പുരസ്കാരം പഠിച്ചു, അക്ഷരം ആരോഗ്യം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മാധവ് ഗാഡ്കിൽ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ചോദ്യം ഷുവർ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ആധാർ കാർഡ്, നമ്മുടെ എല്ലാം ആധാർ ഉണ്ട് അല്ലെ, ആ ആധാറിന് പുതിയൊരു ഭാഗ്യചിഹ്നം. പല സ്ഥലങ്ങളിലും ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ അതിനൊരു ഭാഗ്യചിഹ്നം വേണമെന്ന് തീരുമാനിക്കുകയും സർക്കാർ അതിനുവേണ്ടി ഒരുപാട് ആളുകൾ മത്സരം വെച്ചു. ആ മത്സരത്തിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആധാറിന്റെ ഡിസൈൻ ആയിട്ട് ഒഫീഷ്യലി അതിന്റെ ഭാഗ്യചിഹ്നമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉദയ് എന്ന ഭാഗ്യചിഹ്നമാണ്. ഉദയ്
ഈ ഒരു പേര് ഉദയ് എന്ന് പേരിട്ടത് റിയ ജെയിൻ എന്ന് പറയുന്ന മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അവിടെയുള്ള സ്വദേശിയാണ്. അപ്പൊ റിയ ജെയിൻ ആണ് ഇതിന് പേരിട്ടത്. ഉദയ് ഉദയ് ഉദയ്. അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടപ്പൻ. നോക്കൂ, ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നം എല്ലാവരും പഠിച്ചോളുക. ഉദയ് ഉദയ് ഉദയ സൂര്യനല്ല, ഉദയ്. ഇതാരാണ് ഈ ഉദയ് എന്ന് പറഞ്ഞ ഡിസൈൻ ചെയ്തു വെച്ചാൽ അരുൺ ഗോകുലാണ്. അരുൺ ഗോകുൽ തൃശൂർ സ്വദേശിയാണ്. പത്രക്കട്ടിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഉദയ് എന്ന് പറയുന്ന ആധാറിന്റെ ഭാഗ്യചിഹ്നം ഉദയ് ഗോകുൽ, അരുൺ ഗോകുൽ, ഉദയ് ഒക്കെയാണ്. റിയ ജെയിൻ ആണ് പേരിട്ടത്. നോക്കൂ മക്കളെ, നമ്മൾ കഴിഞ്ഞ 10 ക്ലാസ്സുകൾ നന്നായി കണ്ടു പഠിച്ചവർക്ക് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞ 2 ചോദ്യം ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന രാജ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ 10 ക്ലാസ് കാണാത്തവർ കാണുക, എന്നിട്ട് എല്ലാ ക്ലാസ്സും കയറി ലൈക്ക് അടിക്കുക, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ പറയുക, പ്ലേലിസ്റ്റ് ഒക്കെ അയച്ചു കൊടുക്കട്ടാ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നമ്മൾ IFFK വിശദമായി എടുത്തിരുന്നു. 82 രാജ്യങ്ങളിൽ നിന്നായി എത്ര ചിത്രങ്ങളാണ് IFFKയിൽ പ്രദർശിപ്പിച്ചത്? ഓപ്ഷൻ A, B, C, D. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ ആൻസറും കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.